അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാസീനെങ്കിലും ഒന്ന് തുറന്നു വായിക്കണേ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ വഴി പറയുകയാണ്. അമ്പിയാക്കൾ നേരിട്ട പ്രതിസന്ധികളെ പറ്റി പറയുകയാണ്. മാന്യമായി അള്ളാഹുവിനെ കുറിച്ച് അമ്പിയാക്കൾ ആ ജനതയോട് പറയുമ്പോൾ ജനത പ്രവാചകന്മാരോട് പ്രതികരിക്കുന്നതല്ല, നർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ കല്ലെടുത്തെറിയും, വലമസന്നക്കും മിന്ന അദാബുൻ അലീം, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ നിലക്കുള്ള ഉപദ്രവവും നിങ്ങളുടെ മേൽ ഞങ്ങൾ ഏൽപ്പിക്കുമെന്ന് ആ ജനത പ്രവാചകന്മാരോട് പറഞ്ഞപ്പോ പ്രവാചകന്മാർ ഭീഷണിക്ക് ഒതുങ്ങിയിട്ട് ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞു പോവല്ല. ഇടിക്കോ, തല്ലുന്നോ, ഇനിയില്ല കേട്ടോ, സോറി, അതുകൊണ്ട് ഇനി വരൂല. ഇതാണ് അമ്പിയാക്കളുടെ നിലപാട്. അല്ല, അവർ ശക്തമായി ആ ജനതയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് എന്താ? നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ശകുനമാണെന്നോ? തൗഹീദ് പറയുന്ന ഞങ്ങൾ ശകുനമാണെന്നോ? തൗഹീദ് പറയുന്ന ഞങ്ങൾ ഈ നാടിന് ഇടങ്ങേറാണെന്നോ? എന്നാൽ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളോട് തിരിച്ചങ്ങോട്ട് പറയട്ടെ, എല്ലാ ശകുനവും ഹോൾസെയിലായി വാങ്ങിവെച്ച ആൾക്കാരാണ് ഞങ്ങൾ ശകുനമാന്ന് പറയുന്നത്. എല്ലാ ശകുനം അവിടെ ഉണ്ട്. അതെന്താ? മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ മുന്നിൽ പോയി കുമ്പിട്ട് നിൽക്കുകയാണ്. വദ്ദിന്റെയും സുവാഇന്റെയും യഊത്തിന്റെയും യഊക്കിന്റെയും നസുറിന്റെയും ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഹുബുലൈലയുടെയും കല്ലിന്റെയും മരത്തിന്റെയും ജിന്നിന്റെയും മലക്കിന്റെയും അങ്ങനെ അങ്ങ് തുടങ്ങി എലി മുതൽ പുലി വരെ, പൂച്ച മുതൽ പശു വരെ എല്ലാത്തിന്റെ മുന്നിൽ പോയി തൊഴുതിക്കണം. അങ്ങനെ എല്ലാ ശകുനങ്ങളും ഹോൾസെയിലായി വാങ്ങി വെച്ചിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവര് പോരാഞ്ഞിട്ട് ആരെങ്കിലും മരിച്ചാൽ ഓന്റെ ജാറം കെട്ടിപ്പൊക്കി അതിന്റെ മുന്നിൽ കമന്ന് കിടക്കുകയാണ്. കിടക്കുന്ന ജാറങ്ങൾ, കിടക്കുന്ന വിഗ്രഹങ്ങൾ, നിൽക്കുന്ന വിഗ്രഹങ്ങൾ, ഇതിന്റെയൊക്കെ മുന്നിൽ പോയി നിൽക്കണം. എല്ലാ ശകുനങ്ങളും, എല്ലാ ബർക്കത്ത് കേടുകളും, എല്ലാ അനുഗ്രഹങ്ങൾക്കെതിരാകുന്ന സംഗതികളും ഹോൾസെയിലായി വാങ്ങി വെച്ച് അതിന്റെ എല്ലാ ശകുനങ്ങളുടെയും പ്രചാരകരും പ്രബോധകരുമായി ജീവിക്കുന്ന നിങ്ങൾ ഞങ്ങളോട് പറയാണോ ശകുനാണ് ഞങ്ങളെന്ന്? ആണോ? അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ശകുനമാണെന്നോ? നിങ്ങൾക്കിനി ശകുനത്തിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ നോക്കണ പൂച്ച നിങ്ങൾ നോക്കിയാൽ പോലും ശകുനല്ലേ? ഒരു കുറ്റിച്ചൂല് കണ്ടാൽ പോലും നിങ്ങൾക്ക് ശകുനല്ലേ? അട്ടത്തിരിക്കുന്ന ഒരു പല്ലി ചലച്ചാൽ പോലും നിങ്ങൾക്ക് ശകുനമല്ലേ? കാലിയായ ഒരു കുടം മുറ്റത്തിരുന്നാൽ നിങ്ങൾക്ക് ശകുനല്ലേ? മുറ്റത്ത് മുഴുവൻ ശകുനാണ്. ഒരു കുടത്തിന് വെള്ളമില്ലാതെ ഇപ്പൊ കുടത്തിന്റെ കുറ്റം കൊണ്ടാണോ? അല്ല, വെള്ളം ഒഴിക്കേണ്ട ആൾക്കാർ വെള്ളം ഒഴിച്ചില്ല, അതുകൊണ്ട് കുടം കാലിയായിട്ടിരുന്നു. അപ്പൊ അത് മുറ്റത്തിരുന്നു, അത് ശകുനമാണ്. വീട്ടിൽ ചവറ് വീഴും, അതിൽ അടിച്ചു വരാൻ ചൂല് വേണം, ആ ചൂല് മുറ്റത്തിരുന്നു, അത് ശകുനമാണ്. പാവപ്പെട്ട പൂച്ച എന്തോ ആവശ്യത്തിന് വളരെ വേഗത്തിൽ പോവാണ്, അപ്പോഴാണ് മൂപ്പരിങ്ങനെ പോണത്. അപ്പൊ ക്രോസ് ചെയ്ത് പൂച്ച, ഇയാളെക്കാളും ആവശ്യമുള്ള ആളാണ് പൂച്ച, അതുകൊണ്ട് പൂച്ച വേഗത്തിൽ മുന്നേ പോയി. അപ്പൊ അത് നോക്കിയപ്പോ അത് ശകുനമാണ്. നോക്കുന്നിടത്തൊക്കെ ഇവർക്ക് ശകുനുണ്ട്, ഹോൾസെയിലാണ്. ഇവരാണ് ഈ തൗഹീദുള്ള മനുഷ്യരെ നോക്കിയിട്ട് പറയുന്നത് എന്ത്? നിങ്ങൾ ശകുനാണ്. അപ്പൊ നബിമാര് പറയാടോ, ശകുനം ഫുള്ള് ഇങ്ങടെ കയ്യിൽ തന്നെ ഇല്ല, ഇങ്ങടെ കക്ഷത്തിലില്ല എല്ലാ ശകുനങ്ങളും. ഞങ്ങളുടെ പുതിയ ശകുനം കൊണ്ടുവരടോ? വേണ്ടല്ലോ. എല്ലാ ശകുനവും നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾ നിങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ പറ്റി നിങ്ങളുടെ നിലപാടുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ ഖൽബ്, അതുപോലെ തന്നെ നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ഇബാദത്ത്, നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. എത്രമാത്രം ഇസ്രാഫിലാ നിങ്ങളായി ആയിപ്പോയത്. പള്ളിയിൽ പോയി നോക്ക്, സുബഹിന്റെ നേരത്ത് ആളില്ല. ജാറത്തിൽ പോയി നോക്ക്, അവിടെ ആളുണ്ട്. എന്താ വ്യത്യാസം? എന്താ? പള്ളിയിലെ ആള് കുറവ്, ജാറത്തിൽ ആള് കൂടുതൽ. പിന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പകുതി എത്തി കഴിഞ്ഞപ്പോ തിരിച്ചു പോകേണ്ടി വന്നു. വരെന്ന് വെച്ചാൽ അവിടെ വലിയൊരു ജാറത്തിൽ 2 മണി നേരത്തെ, രാത്രി 2 മണി നേരത്ത് റോഡുമ്പോ നിറയെ ആനയും അമ്പാരിയും ബഹളവും ഒക്കെ ആയിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് വാഹനങ്ങളൊന്നും പോണില്ല. ഞാൻ പിന്നെ കിലോമീറ്ററുകളോളം തിരിച്ച് വണ്ടി ഓടിച്ച് വേറെ വഴികളിലൂടെ ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഈ 2 മണി നേരത്ത് ആനയും അമ്പാരിയും ചെകുത്താങ്കോലവും കെട്ടിയിട്ട് റോഡിന്റെ നടുക്ക് നിൽക്കുകയാണ്. ആര്? ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്. ഈ ഉമ്മത്ത് റോഡിൽ നടുക്ക. എന്തിനാ വന്ന് തഹജ്ജുദ്സ്കരിക്കാൻ എഴുന്നേറ്റ് വന്ന് റോഡ് ബ്ലോക്ക് ആയതാണോ? അല്ല. സുബഹിസ്കരിക്കുന്ന നേരത്ത് ഈ കൗമിനെ ഇവിടെ റോഡ് മെക്കാണോ? ഇല്ല. സുബഹിക്ക് ഇവര് പിരിഞ്ഞു പോവും. ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ അവർ വീട്ടിലേക്ക് പോവും. മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിൽ ആളുകൾ അള്ളാഹുവിന്റെ യഥാർത്ഥമായ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റികിട്ട് എല്ലാ കൊള്ളരുതായ്മകളും, എല്ലാ വിശ്വാസങ്ങളും, എല്ലാവിധ അന്ധവിശ്വാസങ്ങളുമൊക്കെയായി അതിൽ ആവേശം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പ്രവാചകന്മാർ വന്ന് ജനങ്ങളെ തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കുമ്പോ
ജനമത് സ്വീകരിക്കാതെ തടയുമ്പോ ഇതാ ഒരു സംഘം ആളുകൾ, ആ സംഘം അവര് നബിമാരല്ല, അവര് പ്രവാചകന്മാരല്ല, നേരെ മറിച്ച് അവർ പ്രവാചകന്മാരുടെ ഫോളോവേഴ്സാണ്, അമ്പിയാക്കളുടെ ഫോളോവേഴ്സാണ്, നബിമാരുടെ ഫോളോവേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആ ആളുകൾ അല്ല പറയാണ്, ഇങ്ങനെ നബിമാരെ അമ്പിയാക്കളെ ആളുകൾ അവരെ എതിർക്കുകയും ശകാരിക്കുകയും അവർ പറയുന്ന ആശയത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഒരാള്, എല്ലാവരും ഇല്ല, നാട്ടിൽ വലിയ ഏമാമാരും വലിയ പൈസക്കാരും വലിയ മസിലുള്ളവരും വലിയ ജിമ്മന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ നാട്ടിലുള്ള ആളുകളെ ഒന്നും പ്രവാചകന്മാരെ പിൻപറ്റാൻ പറയുന്നില്ല. അത് പറയാൻ പുറത്തൊരാൾ ഓടി വരേണ്ടി വന്നു. അയാൾ അങ്ങകലെ എവിടെയോ താമസിക്കുന്ന ഒരാള്. നമുക്കറിയാം മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ അകലെയുള്ള പള്ളി എന്നാണ്. അങ്ങകലെ ആ പട്ടണത്തിന്റെ അങ്ങകലെയുള്ള ഒരാൾ ഓടി വരികയാണ്. ആ വ്യക്തി കാണുന്നത് അമ്പിയാക്കളെ ശകാരിക്കുന്ന മനുഷ്യരെയാണ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന തൗഹീദ് പറയുന്ന പ്രവാചകന്മാരെ തെറിപറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ജനതയാണ്. ആ മനുഷ്യൻ കാണുന്നത്, ഉടൻ തന്നെ ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളോടൊന്നും ചോദിക്കാതെ അള്ളാഹുവിലേക്ക് നിങ്ങൾ വിളിക്കുന്ന ഈ മുർസലീങ്ങളായ പ്രവാചകന്മാരായ വ്യക്തികളെ നിങ്ങൾ പിൻപറ്റുമോ? നിങ്ങൾ ഈ വഴി സ്വീകരിക്കുമോ? ഈ നബിമാരെ ഫോളോ ചെയ്യുമോ? മനസ്സിലാക്കണം, നമ്മളിപ്പോ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാ, ഫോളോവേഴ്സ് ഒക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആരൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ആർക്കൊക്കെ നമ്മൾ ലൈക്ക് അടിക്കുന്നത്, ആർക്കൊക്കെ ലൈക്ക് അടിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ആരെയാണ്? അവൻ ജനങ്ങളോട് ഫോളോ ചെയ്യണമെന്ന് പറയേണ്ടത് ആരെക്കുറിച്ചാണ്? അതാണ് ഖുർആൻ പറയുന്നത്, ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ചില ആളുകൾ ചോദിക്കും, എന്താ SKSM, എന്താ ഈ സലഫി മൂവ്മെന്റ്, സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ്, എന്താ ഈ സലഫി? സലഫി എന്ന് പറഞ്ഞാൽ ഇതാ സംഭവം. ആരാ സലഫി എന്ന് പറഞ്ഞാൽ ഇതാണ്. ആര്? ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റുക. അതാണ് മുർസലീങ്ങൾ, അമ്പിയാക്കളെ പിൻപറ്റുക, അവരുടെ വഴിയെ പിൻപറ്റുക, ആ വഴി അനുധാവനം ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുക. അവര് പറഞ്ഞത് ജീവിതത്തിൽ പകർത്തി അത് പാലിച്ച് അവരുടെ പിൻഗാമികളായി അവർ മുന്നിൽ നടക്കട്ടെ. കാരണം അള്ളാഹു ആ നബിമാരെ ചൂണ്ടിയാ പറഞ്ഞ അവരാണ് നേതാക്കൾ, അവരാണ് മുന്നിൽ നടക്കേണ്ട നേതാക്കൾ. അതുകൊണ്ട് അവർ മുന്നിൽ നടക്കട്ടെ. അവര് മുന്നിൽ നടക്കുമ്പോൾ അവരുടെ പിന്നാലെ നിങ്ങൾ കൂടുക. ഇതാണ് സമൂഹത്തോട് നമ്മൾ പറയേണ്ടത്. ഇതാ ആ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ആ മനുഷ്യനോട് വന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റൂ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു തൗഹീദ് പ്രസംഗം നടത്തുന്നുണ്ട്. ഓ സമസ്തക്കാരെ, നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരോടും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിച്ച് ഓതുന്ന സർവ്വ മുസ്ലിങ്ങളോടും പറയാണ്, ആ തൗഹീദ് ഉണ്ടല്ലോ, ആ മനുഷ്യൻ അന്ന് നടത്തിയ പ്രസംഗം ഉൾക്കൊണ്ടാൽ, ആ മനുഷ്യൻ പറഞ്ഞ പ്രഖ്യാപനം സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാകാൻ നമുക്ക് സാധിക്കും. അദ്ദേഹം ശിർക്കിന്റെ വാഹകരോട്, അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോട് ദുആ ചെയ്യുന്ന ആളുകളോട്, അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളോട് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല എന്നെ പടച്ചവൻ അല്ലയല്ലേ, എനിക്കന്നം തരുന്നവൻ അല്ലയല്ലേ, എനിക്കുപ്പയെ തന്നവനും ഉമ്മയെ തന്നവനും റബ്ബല്ലേ, എനിക്ക് മക്കളെ തന്നത് അല്ലയല്ലേ, എനിക്ക് വായുവും വെള്ളവും തന്നത് അല്ലയല്ലേ, അങ്ങനെ എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന ആ റബ്ബിന് മാത്രം ആരാധനകൾ നൽകാതിരിക്കാൻ എന്ത് ന്യായമാണ് എനിക്കുള്ളത്? ആ റബ്ബിന് മാത്രം ഇബാദത്ത് നൽകാതിരിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? കാര്യം അവനല്ലേ എന്നെ പടച്ചത്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും ജീവിതം അവസാനിപ്പിച്ച് മരിച്ചു പോകേണ്ടവരല്ലേ? നിങ്ങളുടെ കണ്ണടഞ്ഞു പോവുകയില്ലേ? നിങ്ങളുടെ ഹൃദയം നിലക്കൂലേ? അങ്ങനെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാ നിങ്ങൾ തിരിച്ചു പോകുന്നത്?
എവിടേക്കാ തിരിച്ചു പോണത്? ഇപ്പോൾ അടുത്ത് ജാറുണ്ടല്ലോ, നിങ്ങൾ എങ്ങോട്ടാ പോണേ? ജാറത്തിലെ ശേഖരൻ എടുക്കലേക്കോ? മരിച്ചിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് പോകും, ശരിയാണ്. മരിച്ചാൽ എങ്ങോട്ടാ പോവാ? മരിച്ചാൽ എങ്ങോട്ടാ പോവാ? റബ്ബിലേക്കല്ലേ നിങ്ങൾക്ക് മടങ്ങി ചെല്ലാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രാർത്ഥനകളും നേർച്ചകളും നിവേദ്യങ്ങളും അർപ്പിക്കാൻ അല്ലാഹുവിന് പുറമെയുള്ള ശക്തികളെ ഞാൻ സ്വീകരിക്കുകയോ, ഈ റഹ്മാനായ റബ്ബെനിക്കൊരു ദുരിതം ഉദ്ദേശിച്ചാൽ ഈ പറയുന്ന ഏതെങ്കിലും ശക്തികൾക്ക് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ? ഈ പറയുന്ന ഏതെങ്കിലും ഒരു ശക്തിക്ക് അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തെ എന്റെ കാര്യത്തിൽ തട്ടിക്കളയാൻ കഴിയുമോ? അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഒരിക്കലും അതിന് കഴിയില്ലല്ലോ. എന്നിരിക്കവേ അല്ലാത്തവരെ ഞാൻ ആരാധിച്ചാൽ, അല്ലാത്തവരോട് ഞാൻ ദുആ ചെയ്താൽ, അല്ലാത്തവരെ ഞാൻ അവലംബിച്ചാൽ, ഇന്നി ഇദല്ല ഫീ ളലാലിൻ മുബീൻ ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. അതുകൊണ്ട് ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചു. ഉണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞ വാചകം ഞാൻ എന്റെ റബ്ബിൽ വിശ്വസിച്ചു എന്നല്ല, നേരെ മറിച്ച് ഇന്നി ആമന്തു ബിറബ്ബിക്കും. മനുഷ്യരെ, നിങ്ങളെ പടച്ച റബ്ബുണ്ടല്ലോ, നിങ്ങൾക്ക് വെള്ളം തരുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫസ്മഊൻ, കാത് തുറന്ന് കേട്ട് നിങ്ങൾ ഈ തൗഹീദ് സ്വീകരിക്കും ജനങ്ങളെ എന്ന് പറഞ്ഞപ്പോ നാട്ടുകാരെന്താ ചെയ്തോ? ഒരു സേവനം ചെയ്തു. ആ സേവനം എന്താണെന്നറിയാം? ആ സേവനം നാട്ടുകാരങ്ങോട്ട് കൂടി വേണ്ടി മനുഷ്യന്റെ കുത്തിരി പിടിച്ചു. ഇജ്ജ് എവിടുന്നാ വരുന്നേ? നീ എവിടുന്ന് വന്നതാ? ഞങ്ങളിവിടെ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉള്ളപ്പോ ഇതിപ്പോ എവിടുന്ന് വന്നതാ ഇവിടെ പഠിപ്പിക്കാൻ? ഞങ്ങൾക്കറിയാലോ എന്താ ചെയ്യേണ്ടത്. നീ എവിടുന്ന് വന്നതാ? ഒരടിയും കിട്ടു തുടങ്ങി. അടിയെന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ പറയുന്നു, വന്നവനും പോയവരും ആ നാട്ടിലെ മുഴുവൻ ആളുകളും കേറി ഈ മനുഷ്യനെ പെരുമാറിയെന്ന് മാത്രല്ല, അവരായുധങ്ങൾ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ കഷ്ടമായി വെട്ടിക്കൊന്നു കളഞ്ഞു. ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ അമ്പിയാക്കളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനെ കയ്യും കാലും കാതും കണ്ണും അവർക്ക് അരിശം തീരുന്നില്ല. ആ ശിർക്കിന്റെ വാഗ്ദാക്കൾ കൊത്തി നുറുക്കി ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഷഹീദായി ആ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി വാദിച്ച്, അള്ളാഹുവിന് വേണ്ടി സംസാരിച്ച്, അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ട് പ്രവാചകന്മാരെ പിൻപറ്റാൻ പറഞ്ഞ് നിലകൊണ്ടതിന്റെ പേരിൽ നാട്ടുകൂട്ടം കൂടിയിട്ട് കുത്തി കീറി കൊന്നുകളഞ്ഞു ആ മനുഷ്യനെ. ഷഹീദായി ആ മനുഷ്യനെ അള്ളാഹ് അങ്ങോട്ട് ഏറ്റെടുത്തു അയാളെ. അതാ ഖുർആൻ പിന്നെ പറഞ്ഞത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവന് നാളെ ആഖിറത്തിൽ മനുഷ്യന്മാരൊക്കെ എഴുന്നേറ്റ് വന്ന് വിചാരണ കഴിയുന്നത് വരെ കാത്തു നിൽക്കണ്ട. അവൻ ഗ്രീൻ പാസ്സാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ കമാനങ്ങൾ അവന് തുറന്നു കൊടുക്കാൻ അല്ലാഹ് ആ മനുഷ്യന്റെ റൂഹിനോട് പറഞ്ഞത്, കേറിക്കോ, നേരെ സ്വർഗത്തിലേക്കാണ്, നേരെ സ്വർഗത്തിലേക്കാണ്. സ്വർഗമാണ്. ഷഹീദാണ് ആ വരുന്നത്. റബ്ബിന് വേണ്ടി വാദിച്ച് തൗഹീദിന് വേണ്ടി നിലകൊണ്ട് ആളുകളുടെ അടിയേറ്റ് പ്രഹരമേറ്റ് പിടഞ്ഞു മരിച്ച ഷഹീദാണ് ആ വരുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയപ്പെട്ടപ്പോ ആ റൂഹ് അതിങ്ങനെ കുതിക്കുകയാണ്. ഖുർആൻ പറയാ, ആ റൂഹ് കുതിക്കുകയാണ്. എന്താ കുതിച്ചത്? യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്നെ അടിച്ചവരും എന്നെ തെറിവിളിച്ചവരും എന്നെ കൊത്തിക്കീറിയവരും എന്റെ കൈകാലുകൾ വെട്ടിനുറുക്കിയവരും ഈ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ബിമാ ഗഫറ ലീ റബ്ബി, ഈ തൗഹീദിന് വേണ്ടി ജീവിച്ച കാരണത്താൽ അല്ലാഹു എനിക്ക് പുറത്തു തന്ന വിവരം, വജഅലനീ മിനൽ മുക്രമീൻ, അല്ലാഹു ഇവിടെ എനിക്ക് സ്വർഗം നൽകി ആദരിച്ച വിവരം എന്റെ എതിരാളികൾ എന്നെ കൊന്നവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നിട്ടെങ്കിലും ആ മനുഷ്യർ അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരുമായിരുന്നല്ലോ എന്ന് ആ മനുഷ്യൻ കുതിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു നമുക്ക് കൈമാറി തന്നൊരു സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ നാട്ടിലുള്ള മനുഷ്യര് ഈ ആയത്ത് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഈ ജാറത്തിൽ ആളുണ്ടാവോ? ഇവിടെ ഒരു ജാറ ഇവിടെ പൊങ്ങോ? ഒരു മഖബറ പൊങ്ങുവോ? അവിടെ പട്ടിടാൻ ആളുണ്ടാവോ? അള്ളയല്ലാത്തവരോട് വിളിച്ചിട്ട് മുഹീദ്ദീൻ ശൈഖ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടാവോ? ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന മനുഷ്യരുണ്ടാവോ? ഏതെങ്കിലും അള്ളയല്ലാത്ത പടപ്പുകളോട് പ്രാർത്ഥിക്കുന്ന ശക്തികളോ അല്ലെങ്കിൽ വ്യക്തികളോ ഇവിടെ ഉണ്ടാകോ? ഇല്ലല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായ തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ
അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ടപ്പോ, ആ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ അമ്പിയാക്കളുടെ കൂടെ കൂടിയപ്പോ ആ മനുഷ്യരുണ്ടായ നിലപാട്, ആ മനുഷ്യ ജീവിതം ഏത് രൂപത്തിലാണ് അദ്ദേഹം സമർപ്പിച്ചത് എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ വഴിയിൽ നടക്കാൻ നമുക്ക് കഴിയണം. ഈ മാർഗം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ആ മാർഗം നമ്മൾ സ്വീകരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ദറജ തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദറജ തരും. അത് റബ്ബിന്റെ വാഗ്ദാനമാണ്. ആ ദറജ എന്താണ്? അത് മറ്റൊന്നുമല്ല, ഔലിയാഉല്ലാഹ് എന്ന ദറജയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ദറജയാണ്. മനസ്സിലാക്കണം, അത് ഏതെങ്കിലും കുളിക്കാതെയും നനക്കാതെയും വൃത്തിയാകാതെയും നടക്കുന്ന മനുഷ്യർ കിട്ടുന്നതല്ലത്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. അറിയണം, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ക്ലേശമില്ല, അവർക്ക് ഭയമില്ല, അവർ ക്ലേശിക്കേണ്ട, അവർ ഭയപ്പെടേണ്ടതില്ല. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ഈമാനും തഖ്വയുമുള്ള ആളുകളാണ്. ഈമാനും തഖ്വയും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, വലിയെന്ന് പറഞ്ഞാൽ ഹുവൽ ആരിഫു ബില്ലാഹ്, അല്ലാഹനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. നമുക്ക് അല്ലാഹനെ അറിയണ്ട, നമുക്ക് മറ്റുള്ള എല്ലാ പടപ്പാട്ടും അതുപോലെ തന്നെ എല്ലാ പടപ്പുകളെ കുറിച്ചുള്ള ഹിസ്റ്ററിയും, അവർ പ്ലെയിൻ പറപ്പിച്ചതും പ്ലെയിൻ പിടിച്ചു നിർത്തിയതും, അതുപോലെ തന്നെ പറന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് ജയിലിൽ കിടന്ന ആളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതും, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണിനെ പെണ്ണാക്കി പെണ്ണിനെ ആണാക്കി, ഇങ്ങനെ ഈ പടപ്പുകളെ കുറിച്ചാണ് കൂടുതൽ അറിയുക, പടപ്പുകളെ കുറിച്ചാണ് കൂടുതൽ അറിയുന്നത്. പക്ഷേ വലിയ അങ്ങനല്ല. വലിയനെ സംബന്ധിച്ചിടത്തോളം ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി ബിഹസ്ബി മാ യുംകിൻ, അയാൾക്ക് കഴിയുന്നത്രയും കരുത്താർജിച്ച് ദീനിന്റെ അടിസ്ഥാനങ്ങളെ പഠിച്ച് അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അറിഞ്ഞ് അൽ മുവാലിബു അല ത്വാആത്ത്, അള്ളാഹുവിന് പൂർണ്ണമായി വഴിപ്പെട്ട് അൽ മുജ്തനിബു അനിൽ മാസി, അല്ലാഹ് വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്, അതേ മനുഷ്യനെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അകറ്റുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ദുനിയാവിൻ്റെതായിട്ടുണ്ട്. പലവിധ ഫെസ്റ്റിവലുകളുമുണ്ട്, പല ഹറാമിന്റെ കേന്ദ്രങ്ങളുമുണ്ട്, ദുനിയാവിൻ്റെതായ ഒരുപാട് ലദ്ദാത്തുകളുണ്ട്, ആസ്വാദനങ്ങളുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് തടയുന്ന ഏതെല്ലാം ഇൻഹിമാക്കുകളുണ്ടോ, ഇൻഹിമാക്കുകളും ലദ്ദാത്തുകളും ശഹവാത്തുകളുമുണ്ടോ, അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവന് പറയുന്ന പേരാണ് വലിയ. ആ വലിയ ആകാൻ കഴിയണം, ആ വലിയ ആയിത്തീരണം ജീവിതത്തിൽ. കാര്യം അത് റബ്ബിന് ജീവിതം കൊടുത്ത് നേടേണ്ടതാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം റബ്ബിന് കൊടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ആ ഒരു വഴിയിലേക്കാണ് നമ്മൾ മാറുന്നതെങ്കിൽ, ശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസ മാഹും ബി അംബിയാ വലാ ശുഹദാ യഖ്ബിതുഹുമുൽ അംബിയാ വശുഹദാ യൗമൽ ഖിയാമത്തി ബിമകാനിഹിം മിനല്ലാഹ്. നാളെ ആഖിറത്തിൽ ഒരു സംഘം ആളുകൾ റബ്ബിന്റെ മുന്നിൽ വരുമ്പോ നബി പ്രത്യേകം എടുത്തു പറയുന്നു, മാഹും ബി അംബിയാ, അവർ നബിമാരല്ല, വലാ ശുഹദാ, അവർ ഷഹീദുകളും അല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവർക്ക് കിട്ടുന്ന സ്ഥാനവും ആദരവും കാണുമ്പോ അംബിയാക്കളടക്കം ശുഹദാക്കളടക്കം അത്ഭുതപ്പെടുകയാണ്, ആശ്ചര്യപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് ആളുകളുണ്ട് എന്ന് റസൂല് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നു, തുഖ്ബിർനാ മൻ ഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണവരെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ റസൂല് പറയുന്നു, ഹും ഖൗമുൻ തഹാബ്ബൂ ബിറൂഹില്ലാഹി അലാ ഗൈരി അർഹാമിൻ ബൈനഹും വലാ അംവാലിൻ യതആതൗനഹാ. അവർ പരസ്പരം സ്നേഹിച്ചത് അവരുടെ കുടുംബബന്ധം പരിഗണിച്ചിട്ടോ പണം പരിഗണിച്ചിട്ടോ അല്ല, സമ്പത്തിന്റെ മാനദണ്ഡത്തിലോ കുടുംബബന്ധത്തിന്റെ മാനദണ്ഡത്തിലോ അല്ല അവർ പരസ്പരം സ്നേഹിച്ചത്. നേരെ മറിച്ച് അവർ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരും അള്ളാഹുവിന് വേണ്ടി പരസ്പരം വെറുത്തവരുമാണ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവരും അള്ളാഹുവിന് വേണ്ടി വെറുത്തവരുമാണ്.
സ്നേഹമെന്ന വികാരം പോലും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചവരാണവര്. വെറുപ്പെന്ന വികാരം പോലും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചവരാണവര്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫവല്ലാഹി ഇന്ന വുജൂഹഹും ലനൂർ വ ഇന്നഹും അലാ നൂർ. തീർച്ചയായും അവരുടെ മുഖമെന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കും, അവർ പ്രകാശത്താൽ ഊട്ടപ്പെട്ടവരായിരിക്കും. അവരുടെ പ്രത്യേകത ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ് വലാ യഹ്സനൂന ഇദാ ഹസിനന്നാസ്. എല്ലാവരും പേടിക്കുന്ന ഒരു ദിവസമാണ് പരലോകമെന്ന ദിവസം. ആ ദിവസത്തിൽ എല്ലാവരും ഭയപ്പെടുമ്പോഴും ഇവർക്ക് ഭയമില്ല. മറ്റുള്ള ആളുകൾ പരലോകത്ത് ക്ലേശിക്കുമ്പോഴും ഇവർ ക്ലേശിക്കുന്നില്ല. വഖറഅ ഹാദിഹിൽ ആയ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ വലിയുകൾക്ക് ഭയമില്ല, അവർ ക്ലേശിക്കേണ്ടതില്ല, അവർ ഭയപ്പെടേണ്ടതില്ല. ആരാണവർ? മറ്റാരുമല്ല, ഈമാനും തഖ്വയുമുള്ളവരാണവര്. ഈമാനിന്റെയും തഖ്വയുടെയും പുതപ്പുകൊണ്ട് സ്വന്തത്തെ പൂർണ്ണമായും മൂടിയവരാണവര്. ആ പട്ടുകൊണ്ട് അലങ്കരിക്കപ്പെട്ടവരാണവര്. അതുകൊണ്ട് ആഖിറത്തിൽ അവർക്ക് ഇതാ മൊത്തത്തിൽ പ്രകാശമാണ്. അതുകൊണ്ട് ആഖിറത്തിൽ അവർക്ക് ഭയമില്ല, പേടിക്കേണ്ടതില്ലെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് ഉയരണം. അല്ലാതെ ഏതെങ്കിലും മാജിക് കാണിക്കുക, അത്ഭുതം കാണിക്കുന്ന പറയുക പോലെയല്ല. വലിയന്റെ മാനദണ്ഡം ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അതേ ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നു. മൂസ ബിനു അബ്ദുൽ അഅല സ്വദഫി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹവും പണ്ഡിതനാണ്. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ അടുക്കൽ വന്നിട്ട് ഒരു സംശയം ചോദിക്കുകയാണ്. ഇന്ന സ്വാഹിബന ലൈഥ കാന യഖൂൽ, ഇമാം ലൈഥ് റഹിമഹുല്ല പറയുന്നത് കേട്ടല്ലോ. എന്താ അദ്ദേഹം പറയുന്നത്? ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ ഫലാ തഗ്തറു ബിഹി ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന. ഒരാളിങ്ങനെ വായുവിലൂടെ പറക്കുന്നു, അല്ല ഒരാൾ വെള്ളത്തിലൂടെ ഇങ്ങനെ നടക്കുന്നു. യംശി അലൽ മാ, ഒരാളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ താഴാതെ ഇങ്ങനെ നടന്നു പോകുന്നു. ഒരാളിങ്ങനെ കടലിങ്ങനെ നടന്നു പോവാണ്, അങ്ങനെ കൂളായിട്ടേ. അപ്പോ അങ്ങനെ ആൾ നടന്നു പോകുന്നത് കണ്ടാലും ഫലാ തഗ്തറു ബിഹി, ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്ന ആളെ കണ്ട് നീ വഞ്ചിതനാകരുത് എന്ന് ഇമാം ലൈഥ് പറയുന്നത് കേട്ടു. ഏതുവരെ? ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, ആ മനുഷ്യൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ എന്ന് പരിശോധിച്ചിട്ടല്ലാതെ. ഇത് ശരിയാണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഷാഫി ഇമാം ഇത് കേട്ടിട്ട് എന്താ പറഞ്ഞറിയോ? അദ്ദേഹം പറഞ്ഞു, ഖസ്സറ ലൈസു റഹിമഹുല്ലാ, ഇമാം ലൈഥ് പറഞ്ഞു കുറഞ്ഞുപോയി, അത്രയും പറഞ്ഞാൽ പോരാ. എന്നിട്ട് ഷാഫി ഇമാം പറഞ്ഞു കൊടുക്കാണ്, ബൽ ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ വയതീറു ഫിൽ ഹവാ, ഒരാള് വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോയിട്ട് പെട്ടെന്ന് എയറോപ്ലെയിൻ പോണ പോലെ മേപ്പോട്ടൊരു പായല്, എങ്ങനെ ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന മനുഷ്യൻ ഇങ്ങനെ എയറോപ്ലെയിൻ പോണ പോലെ ഒറ്റ പോക്ക് മേപ്പോട്ട് മുസല്ലിട്ട് പറന്നു കൊടുത്താ കാക്ക. ഷാഫിമാൻ പറയാ, ഫലാ തഗ്തറു ബിഹി, അയാള് വെള്ളത്തിന്റെ മുകളിൽ നടന്ന ആള് അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് കണ്ടാലും വഞ്ചിതനാകാൻ നിൽക്കണ്ട. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, അയാൾ ഖുർആനും സുന്നത്തും അനുസരിക്കുന്ന ആളാണെന്ന് നോക്കണം. ഇതാ ദീൻ. കരുതിച്ചാൽ അങ്ങനെ മാത്രമേ, അത് മാത്രമേ ഒരു മനുഷ്യനെ യഥാർത്ഥ വലിയാക്കുന്നുള്ളൂ, ഒരാളെ ഉന്നതനാക്കുന്നുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന ആചാരങ്ങൾ അതല്ല തൗഹീദ്, അതല്ല ദീൻ, അതല്ല അമ്പിയാക്കളുടെ മാർഗം. അള്ളാഹ് വിരോധിച്ചതാണ്. ഈ നാട്ടിലൊരു ജാറുണ്ടോ? അള്ളാഹ് വിരോധിച്ചതാണ്. ഈ നാട്ടിൽ കെട്ടിപ്പൊക്കിയ ഖബറുകളുണ്ടോ? അവിടെ പട്ടിടുന്നുണ്ടോ? അള്ളാഹ് വിരോധിച്ചതാണ്. ആ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ വലം വെക്കുന്നുണ്ടോ? അള്ളാഹും റസൂലും വിരോധിച്ചതാണ്. അവിടെ വിളക്ക് കത്തിക്കുന്നുണ്ടോ? റസൂല് വിരോധിച്ചതാണ്. വിരോധിച്ചത് വെറും വിരോധമല്ല, അൽ കബായിർ, അൽ കബായിർ, വൻ പാപങ്ങളെ എണ്ണി അതിനുവേണ്ടി മാത്രം കിതാബുകളുണ്ട്. വൻ പാപങ്ങൾ, ഇസ്ലാമിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്ന, പുറത്താക്കുന്ന, അവന്റെ യഥാർത്ഥ ദീനിന് ക്ഷതം വരുത്തുന്ന തരത്തിലുള്ള പാപങ്ങൾ, ആ പാപങ്ങളെ എണ്ണുകയാണ് പുറത്താക്കുന്നതും. എന്നാൽ പുറത്താക്കാതെ ഉള്ളിൽ നിർത്തുമ്പോഴും വൻപാപമായി പരിഗണിക്കുന്നതുമായ പാപങ്ങളെ എണ്ണുമ്പോ പണ്ഡിതന്മാര് പറയുന്നു, അൽ കബീറത്തു സാലിസത്തു വറാബിഅത്തു വൽ ഖാമിസത്തു വസ്സാദിസത്തു വസ്സാബിഅത്തു വസ്സാമിനത്തു വത്തിസ്ഊൻ. അഥവാ വൻപാപങ്ങളെ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ
നമ്പറിട്ട് എണ്ണി 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 അവസാനം 93-ാമത്തതും 94-ാമത്തതും 95-ാമത്തതും 96-ാമത്തതും 97-ാമത്തതും 98-ാമത്തതുമായ വൻ പാപങ്ങൾ ഇത്തിഹാദുൽ ഖുബൂർ മസാജിദ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കുക എന്നുള്ളത് വൻ പാപങ്ങളിൽ 93 94 വൈഖാദു സുറുജി അലൈഹ അവിടെ വിളക്ക് വെക്കുക എന്നുള്ളത്. ഇപ്പൊ വിളക്ക് മാത്രമല്ല, വിളക്കിലെ എണ്ണ കുടിക്കാൻ പോണ്ട് കൗമ്. ജാറത്തിലെ വിളക്കിലെ എണ്ണ കുടിക്കാൻ വിളക്ക് തന്നെ 94-ാമത്തെ വൻ പാപമാണ്. പിന്നെയോ അത് കെട്ടിപ്പൊക്കിയിട്ട് നബി പറഞ്ഞില്ലേ ഖബർ വസനാവുക, വിഗ്രഹമാക്കുക എന്ന്. അവിടെ കൊമ്പും തുമ്പിക്കൈയൊക്കെ ആക്കി പട്ടൊക്കെ വിരിച്ച് അതൊരു ബിംബമാക്കി വെക്കുക. അവിടെ ഈ രൂപത്തിൽ ഒരു വസനാക്കി ഒരു വിഗ്രഹമാക്കി അത് മാറ്റുക എന്നുള്ളത് 95-ാമത്തെ പാപമാണ്. അവിടെ തവാഫ് ചെയ്യൽ 94-ാമത്തെ വൻ പാപമാണ്. അതിനിങ്ങനെ തൊട്ട് തടവുക എന്നുള്ളത് 97-ാമത്തെ വൻ പാപമാണ്. അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്നുള്ളത് 98-ാമത്തെ വൻ പാപമാണ്. മനസ്സിലാക്കണം ഇതെങ്ങനെ വൻപാപമായി, എങ്ങനെ ഇത് വൻപാപമായി മനസ്സിലാക്കണം. ഈ വലിയ പാപങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാടിന് നാശമുണ്ടാക്കുന്ന, ഒരു ഉമ്മത്തിന്റെ ഈമാനെ തകർക്കുന്ന ഈ വൻപാപങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രതിഷ്ഠിച്ച് അത് ആചരിച്ചത് പുണ്യമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടു നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. എന്താണെന്നറിയോ, അതെ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത് കാണാൻ കഴിയും. മഹാനായ ഇമാം തബറാനി സനദിനൊരു പ്രശ്നവുമില്ലാത്ത കഅബ് ബിൻ മാലിക്കിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. എന്താ ഉദ്ധരിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദി ബിനബിയിക്കും ഖബല വഫാതിഹി ബിഖംസി ലയാൽ, ലോകത്തിന്റെ നേതാവ് ഈ ലോകത്തോട് വിട പറയുന്നതിന് 5 ദിവസം മുമ്പ്, മുഹമ്മദ് റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയുന്നതിന് 63-ാമത്തെ വയസ്സിലെ പ്രവാചക ജീവിതത്തിലെ ഹിജ്റ 10-ാം വർഷത്തിലെ റബീഉൽ അവ്വലിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ ആ റസൂലുള്ളാഹി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് ആ പ്രവാചകൻ വിട പറയുന്നതിന്റെ 5 ദിവസം മുമ്പ് റസൂലുള്ളാഹി നൽകിയ ഒരു ഉടമ്പടിയുണ്ട്, ഉമ്മത്തിനോട് പറഞ്ഞ ഉടമ്പടി. അതെന്താണ്? കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഇല്ലാ വലഹു ഖലീലുൻ മിൻ ഉമ്മത്തിഹി. ഏതൊരു നബിക്കും തന്റെ ഉമ്മത്തിൽ നിന്നൊരു കൂട്ടുകാരനുണ്ടാകും, അതെല്ലാ പ്രവാചകന്മാർക്കുമുണ്ട്. എന്നാൽ ഇന്ന ഖലീലി അബൂബക്കർ ബിൻ അബീ ഖുഹാഫ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് തന്റെ ഉമ്മത്തിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു, എന്റെ ഖലീൽ, ഞാൻ ഖലീലുള്ളാഹിയായി സ്വീകരിച്ചത് അത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. ഇന്നല്ലാഹ അത്തഖദ സ്വാഹിബകും ഖലീല, നിങ്ങളുടെ അതേ സ്വാഹിബായ മുഹമ്മദ് എന്ന് ഞാൻ അത് റസൂലുള്ള പറയുന്നില്ല വിനയം കൊണ്ട്. പ്രവാചകൻ തന്റെ പേര് പറയുന്നില്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഉദ്ദേശിച്ച് പറയാണ്, ഇന്നല്ലാഹ അത്തഖദ സ്വാഹിബകും ഖലീല, ഞാൻ എൻ്റെ ഖലീലായ അബൂബക്കറിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സ്വാഹിബായ, നിങ്ങളുടെ പ്രവാചകനായ വ്യക്തിത്വത്തെ അല്ലാഹു അവന്റെ ഖലീലായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അലാ വ ഇന്നൽ ഉമമ ഖബലകും കാനൂ യത്തഖിദൂനൽ ഖുബൂറ അംബിയാഇഹിം മസാജിദ വ ഇന്നി അൻഹാകും അൻ ദാലിക്. നിങ്ങൾക്ക് മുമ്പ് ഈസാ നബി കഴിഞ്ഞു പോയി, എനിക്ക് മുമ്പ് ഈസാ നബി കഴിഞ്ഞു പോയിട്ടുണ്ട്, കഴിഞ്ഞ സമൂഹത്തിൽ നബിയായി. അതുപോലെ തന്നെ മറിയം ബീവി കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ മഹാനായ മൂസാ അലൈഹിസ്സലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഈസാ അലൈഹിസ്സലാം അല്ലാത്ത പ്രവാചകന്മാരെല്ലാം വിട പറഞ്ഞു പോയി, അവർക്ക് ഖബറുകളുണ്ട്. ആ സമൂഹം ആ നബിമാരുടെ ഖബറുകളിൽ ചെയ്ത പണി എന്താണെന്നറിയുമോ? അലാ വ ഇന്നൽ ഉമമ ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അഥവാ നിങ്ങൾക്ക് മുമ്പ് തൗഹീദ് പഠിപ്പിക്കാൻ വന്ന അമ്പിയാക്കളുടെ വഹിയുള്ള പ്രവാചകന്മാരുടെ ഖബറുകളെ ആ ജനത അല്ലെങ്കിൽ ആ നബിമാരുടെ അനുയായികളായ ആളുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശാപം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആയതിനാൽ ആ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് ഞാൻ.
വെറും ശ്രേഷ്ഠത മാത്രമല്ല, ഉലുൽ അസ്മുകളിൽ പെട്ടയാളാണു ഞാൻ. ആ ഉലുൽ അസ്മുകളിൽ തന്നെയും പ്രധാനിയാണു ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോ എന്റെ ഖബറിനെ നിങ്ങൾ ആ രൂപത്തിൽ ആരാധനാ കേന്ദ്രമാക്കരുത്. ഞാനത് നിങ്ങളെ തൊട്ട് വിരോധിക്കുകയാണ്. നിങ്ങൾ എന്റെ കാര്യത്തിൽ അത് ചെയ്യരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് റസൂൽ പറയാണ്, അല്ലാഹുമ്മ ഇന്നി ബല്ലഗ്തു, അല്ലാഹുമ്മ ഇന്നി ബല്ലഗ്തു, അല്ലാഹുമ്മ ഇന്നി ബല്ലഗ്തു. അല്ലാഹുവേ, ഈ വിവരം ഞാൻ എത്തിച്ചിട്ടുണ്ട് അല്ലാഹ്, ഈ വിവരം ഞാൻ എത്തിച്ചിട്ടുണ്ട് അല്ലാഹ്, ഈ വിവരം ഞാൻ എത്തിച്ചിട്ടുണ്ട് അല്ലാഹ്. അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്. അല്ലാഹുവേ, നീ അതിന് സാക്ഷിയാണ്, നീ അതിന് സാക്ഷിയാണ്, നീ അതിന് സാക്ഷിയാണ്. ആരാ വഫാത്തായത്? ഏതെങ്കിലും ലോക്കൽ വലിയല്ല, ഒരു വീരാൻ ഉപ്പാപ്പയല്ല. നേരെ മറിച്ച് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലിവാഉൽ ഹംദിന്റെ വാഹകൻ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ പറയുന്നത്, അല്ലാഹുവേ, ഞാൻ എത്തിച്ചു, ഞാൻ ഈ സമൂഹത്തോട് പറഞ്ഞു, നീ അതിന് സാക്ഷിയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല അല്ലാഹ്. ഏർവാടി ഉപ്പാപ്പാന്റെ ജാറത്തിൽ പോകാൻ നിനക്ക്, ഭീമ ഉമ്മാന്റെ ജാറത്തിൽ പോയിട്ട് ഖബർ തൊട്ട് തടവാം, മണത്താം, മുത്തി മണത്താം, ആനയെയും അമ്പാരെയും കൊണ്ടുവരാം യാഹൂത്തങ്ങളുടെ ജാറത്തിലേക്ക്. പക്ഷേ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ അല്ലാഹ്. നബിയുടെ ഖബർ എവിടെ? ആർക്കെങ്കിലും സംശയമുണ്ടോ? എല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹിന്റെ ഖബറുള്ളത് മദീന മുനവ്വറയിലാണ്. ആ മദീന മുനവ്വറയിൽ റസൂലുള്ളാഹിന്റെ ഖബർ എവിടെ? അത് നമുക്കറിയാം, ആ മിമ്പറിന്റെ അടുത്താണ്. കാരണം ആയിഷുമ്മാന്റെ വീട് അത് ആ റസൂലുള്ളാഹിന്റെ ഖബർ കൊള്ളുന്ന സ്ഥലം. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. റസൂൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മിമ്പറിലേക്ക് ഇങ്ങനെ നടക്കും അല്ലേ, അതിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തോപ്പുകളിൽ ഒരു തോപ്പാണ്. അപ്പൊ റൗളയുടെ ഓരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജറയിൽ, ഇതാ ആ ഹുജറയിൽ ആയിഷുമ്മാന്റെ വീട്ടിലുണ്ട്. അവിടെയാ റസൂലുള്ളാഹിന്റെ ഖബർ എന്ന് എല്ലാവർക്കും അറിയാം. അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖിന്റെ ഖബർ എവിടെയാണ് റളിയല്ലാഹു അൻഹുമാ, അവരുടെ ഖബർ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഖബർ തടവിയവരുണ്ടോ ഇവിടെ? ഇല്ല. ആ ഖബർ കണ്ടവരുണ്ടോ ഇവിടെ? ഇല്ല. ഇന്ന് എന്തെല്ലാം ടെക്നോളജികളാണുള്ളത്. മൊസാദ് അടക്കമുള്ള ചാരസംഘടനകൾ ലോകത്തുള്ളപ്പോ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ട് പുറത്തേക്ക് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് അത് സംരക്ഷിക്കപ്പെട്ടു. 5 മറകൾക്കുള്ളിൽ ലോകത്ത് സംരക്ഷിക്കപ്പെട്ട ഏക ഖബർ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാണ്. എന്തുകൊണ്ടെന്ന് ഒറ്റ ചോദ്യം അത് മതി. ഈ പറയുന്ന എർവാടി ഉപ്പാപ്പാന്റെയും മുനമ്പത്തെ ബീവിയുടെയൊക്കെ ജാറത്തെക്കാൾ കൂടുതൽ പരിലാളിക്കേണ്ട ജാറം ആരുടെ ജാറാണ്? നബിയുടെ ജാറാണ്. അതല്ലേ അള്ളാഹു തുറന്നു വെക്കേണ്ട ഉമ്മത്തിന്. ഇതാ മുത്തി മണത്തി എടുത്തുകൊണ്ട് പോയിക്കോ, സർവ്വ ബർക്കത്തുകളും എടുത്തോണ്ട് പോകുന്നല്ലേ പറയണ്ടേ? ഇല്ല. നേരെ മറിച്ച് ലോകത്ത് ഇങ്ങനെ കവർ ചെയ്യപ്പെട്ടൊരു ഖബറുണ്ടോ? വേറെ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയ ഒരു ഖബർ ലോകത്ത് വേറെ എവിടെയുണ്ടല്ലോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയില്ല. ഒറ്റാരുടെ ഖബർ 14 നൂറ്റാണ്ടുകളായി ഈ അധുനാധുനികമായ കാലഘട്ടത്തിലും ഈ ടെക്നോളജികൾ വികസിച്ച കാലഘട്ടത്തിലും ഇന്നടുത്ത് ഖബറുണ്ടെന്ന് അറിയാം. പക്ഷെ ഒരാൾക്കും വിട്ടുകൊടുത്തില്ല അല്ലാഹു. എന്തുകൊണ്ടെന്നറിയോ? ആ റസൂല് വഫാത്താകുന്നതിന് മുമ്പ് റബ്ബിനോട് നെഞ്ചുപൊട്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി ആർക്കും വിട്ടുകൊടുക്കല്ല അല്ലാഹ്. അത് ഉമ്മത്തിനെ ഏൽപ്പിച്ചു പോയ പ്രശ്നമാണ്. ഉമ്മത്ത് ആ എന്നൊക്കെ പറയും, എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോകും, ലേലം വിളിക്കും. എന്നിട്ട് 7 കോടിക്ക് തന്നേക്കാം, 10 കോടിക്ക് തന്നേക്കാം, 400 കോടിക്ക് തന്നേക്കാം, എങ്ങനെ ഈ ഉമ്മത്ത് ലേലം വിളിക്കും? പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ഉമ്മത്തിനെ ഏൽപ്പിച്ചില്ല, പടച്ചോനെ ഏൽപ്പിച്ചു. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റല്ലേ അല്ലാഹ്. അതുകൊണ്ട് ഇന്നും പ്രൊട്ടക്റ്റഡ് ആയ ഒരു ഖബർ ലോകത്തിന്റെ മുന്നിൽ, മനുഷ്യരുടെ മുന്നിൽ ആളുകൾ അറിയുന്നിടത്തുണ്ടെങ്കിൽ അത് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ്. അതെങ്കിലും ഉമ്മത്തൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഖബറിനെ ഈ രൂപത്തിൽ എണ്ണ പുകച്ചിട്ടോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചിട്ടോ ഏതെങ്കിലും ഒരു പച്ച പുതപ്പിച്ചിട്ടോ പട്ടിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപത്തിൽ ഇടപഴകണമെങ്കിൽ അത് നമ്മുടെ നേതാവിന്റെ ഖബറല്ലേ. ഉപ്പയെക്കാളും ഉമ്മയെക്കാളും മറ്റുള്ള എല്ലാത്തിനേക്കാളും ഒരു മുഅ്മിൻ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന റസൂലുള്ളാഹിന്റെ ഖബറല്ലേ. അത് അല്ലാഹു സംരക്ഷിച്ചു. അപ്പോൾ നമ്മൾ വേറെ തേടി പോവുകയാണ്, അപ്പുറത്ത് പോവുകയാണ്, പുതിയതുണ്ടാക്കുകയാണ്.
അതുകൊണ്ട് മുഅ്മിനുകളായ ആളുകൾ, സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒന്നേ ഉള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിലെ മോഡേണിസ്റ്റുകൾ പറയുന്ന പോലല്ല, ദുനിയാവിൽ ജീവിതം ഒരിക്കലേ ഉള്ളൂ. ഇനിയൊരു അവസരമില്ല. ഈ ദുനിയാവിൽ ഒരു കാര്യമേ നിങ്ങൾക്ക് തെളിയിക്കണ്ടുള്ളൂ. അത് MBBS പാസ്സാകലല്ല, LLB പാസ്സാകലല്ല, IAS IPS IRS എടുക്കലല്ല. ജീവിതത്തിൽ പാസ്സാകേണ്ട ഒരൊറ്റ എക്സാം തൗഹീദാണ്. തൗഹീദാണ്. പ്രവാചകന്മാർ നമ്മെ ഏൽപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു കവലയെന്നിട്ട് വിളിച്ചു പറയുമ്പോഴല്ല, നേരെ മറിച്ച് അന്ത്യശ്വാസം വലിക്കുന്ന നേരമുണ്ടല്ലോ, ലാസ്റ്റ് ബ്രീത്ത്, അവസാന ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുന്ന നേരത്ത് ആ നാവിന്റെ തുമ്പിലുണ്ടാകണം ആദർശം. ആ സെക്കൻഡ് വരെ ആ മരണം മുന്നിൽ നിൽക്കുന്ന ഘട്ടം, അടുത്ത സെക്കൻഡിൽ നീ മരിക്കുകയാണെന്ന് ആ ഒരു ഘട്ടത്തിൽ ജീവിതത്തിൽ എല്ലാം വിട്ടുപോകുന്ന നേരത്ത് വാപ്പയെയും ഉമ്മയെയും മക്കളെയും കൂട്ടുകുടുംബാദികളെയും ബന്ധുജനങ്ങളെയും സമ്പാദിച്ച പണത്തെയും കേറിക്കിടന്ന വീടിനെയും നാടിനെയും എല്ലാം ഒഴിവാക്കി തിരിച്ചു പോകുന്ന ആ നേരത്ത് വേറൊന്നും ചിന്തിക്കാതെ, മക്കളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, പണത്തെക്കുറിച്ച്, ബിസിനസിനെ കുറിച്ച്, പാടത്തെക്കുറിച്ച്, പറമ്പിനെ കുറിച്ച് ഒന്നും ഓർക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ആ അവസാന ശ്വാസവും വലിച്ചു വിട്ടാൽ രക്ഷപ്പെടും. അവസാന ശ്വാസവും ആ തൗഹീദിൽ സമർപ്പിച്ചാൽ രക്ഷപ്പെടും. അതല്ല ഒരു ആയുസ് മുഴുവനും പലതും ചെയ്തു, പലതും പ്രവർത്തിച്ചു, പലതും കാണിച്ചു, സുജൂദിൽ തന്നെയായിരുന്നു, തഹജ്ജുദിൽ തന്നെയായിരുന്നു. പക്ഷേ മരണമെത്തുന്നതിന് തൊട്ടു മുമ്പത്തെ നേരത്ത് ആ റബ്ബിനെ വിട്ടുപോയാൽ, ഖൽബിൽ നിന്ന് തൗഹീദ് മാറ്റിവെച്ചാൽ, നമ്മുടെ മനസ്സല്ലാത്ത ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞാൽ പിന്നെന്തുണ്ടായിട്ടും കാര്യമില്ല, ഒന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ഒരേ ഒരു ഡ്യൂട്ടിയുള്ളൂ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുന്ന നേരം വരെ മുസ്ലിമായി ജീവിക്കണേ, തൗഹീദുള്ളവരായി ജീവിക്കണേ, പരിശുദ്ധമായി പാന്താവിൽ ജീവിക്കണേ, നേരിന്റെ വഴി തിരഞ്ഞെടുക്കണേ, ഈ ദീനിന്റെ പാഥേയം സ്വീകരിക്കണേ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതെങ്കിൽ ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളും ഔലിയാക്കളും അതുപോലെ തന്നെ നക്ഷത്ര സമാനരായ പ്രവാചകന്റെ സ്വഹാബത്തും അടക്കമുള്ള മുഴുവൻ ആളുകളും ആ വഴിയിലാണ് ജീവിച്ചു മരിച്ചത്. ആ ഈമാൻ നിലനിർത്താനാണ് അവർ പണിയെടുത്തത്. ആ പരിശുദ്ധമായ തൗഹീദിന്റെ വാഹകരായി ജീവിച്ചു മരിക്കാനാണ് അവർ പരിശ്രമിച്ചതെങ്കിൽ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ആ വഴിയിൽ നിലനിർത്താൻ, ഈ സന്ദേശം നിരന്തരമായി അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ നമ്മുടേതായി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അല്ലാഹുവിൻ്റെതാണ്, റബ്ബിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി ഈ തൗഹീദിന്റെ വഴിയിൽ, സുന്നത്തിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് നല്ലവരായി, മുത്തഖുകളായി, അല്ലാഹുവിന്റെ വലിയുകളായി, പടച്ചവന്റെ മിത്രങ്ങളായി, അല്ലാഹുവിന് വേണ്ടി വാദിച്ച് ഹവാരിയുകളായി, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അൻസാറുള്ളമാരായി, അല്ലാഹുവിന്റെ സഹായികളായി ജീവിച്ച് മരിച്ച് അമ്പിയാക്കളുടെ വഴി സ്വീകരിച്ച് നേരിന്റെ പാതയിൽ പ്രവർത്തിക്കണമേ എന്ന് മാത്രം ഞാൻ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഉണർത്തി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹുവേ, നിന്നെ സ്വീകരിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നിൽ നിന്ന് തിരിയുന്ന ഖൽബ് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ നിന്ന് നിന്നിലേക്ക് അടുപ്പിക്കുന്നതിന് തടസ്സമാകുന്ന നിഫാഖാകട്ടെ, ശിർക്കാകട്ടെ, കിബ്റാകട്ടെ, അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബിനെ തൊടിയിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിനെ നീ കഴുകി വൃത്തിയാക്കണേ അല്ലാ, പരിശുദ്ധമാക്കണേ അല്ലാ, ത്വയ്യിബാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്നിലുള്ള ഈമാൻ നിലനിർത്താൻ, പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം പരിശുദ്ധമായ ഹൃദയങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ നീ പ്രത്യേകം പ്രകാശം തരുന്നവരുണ്ട്. അല്ലാഹുവേ, വിരലറ്റം മാത്രം പ്രകാശിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, കാൽപാദം മാത്രം പ്രകാശിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, മുട്ടറ്റം പ്രകാശിക്കുന്നവരുണ്ട്, അരവരെ പ്രകാശിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നിന്നെ സ്വീകരിച്ചവരെ നീ മൊത്തത്തിൽ പ്രകാശിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലും പിന്നിലും വലതും ഇടത്തും അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണിനും കാഴ്ച, അതുപോലെ ഞങ്ങളുടെ കാഴ്ചയിലും ഞങ്ങളുടെ കേൾവിയിലും അല്ലാഹുവേ നീ ഇട്ടുതരുന്ന പ്രകാശം പൂർത്തിയായി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അത്മിം ലനാ നൂറനാ. അല്ലാഹുവേ, നീ തരുന്ന ആ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ആ പ്രകാശം നീ പൂർത്തിയാക്കി നൽകണേ അല്ലാ. അല്ലാഹുവേ, ആ പ്രകാശത്തിന്റെ കണക്കനുസരിച്ചല്ലേ റബ്ബേ നിന്റെ അടുക്കൽ ആ സ്വർഗത്തിൽ ദറജ കിട്ടുക. അതുകൊണ്ട് ഞങ്ങളുടെ പ്രകാശം അല്ലാഹുവേ നീ ഫളലായി തരണം, നീ ഫളലായി നൽകണം. അല്ലാഹുവേ, നീ ഔദാര്യമായി തരണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന ഞങ്ങളുടെ സന്തത സഹചാരികളായ അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാർക്ക്, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകൾക്ക് നീ ആ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്ക് ആ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ ആഖിറത്തിൽ നിന്ദരായി പോകുന്ന ഹതഭാഗ്യരിൽ ഞങ്ങൾ നീ പെടുത്തരുതേ റഹ്മാനെ. അല്ലാഹുവേ അവിടെ ഇസ്സത്തോടെ കുടുംബസമേതം സന്തോഷത്തോടെ പുഞ്ചിരിച്ച് വരുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പേടിക്കാതെ ആഖിറത്തിൽ വരുന്നവരെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹുസ്നില്ലാതെ ക്ലേശങ്ങളൊന്നുമില്ലാതെ ആഖിറത്തിനെ സിറാത്തിനെ കടന്നു പോകുന്ന വിശ്വാസികളിൽ അല്ലാഹുവേ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബറുകളിൽ നീ പ്രകാശം നിറച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഖബറുകൾ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഇതൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ലെന്ന് ഞങ്ങൾക്കറിയാം അല്ലാഹ്. അതിനത്രയും ആവശ്യമായ ഇബാദത്തുകളൊന്നും കയ്യിലില്ലാത്ത ഭാഗ്യമില്ലാത്ത മനുഷ്യരാണ് അല്ലാഹ് ഞങ്ങൾ. അല്ലാഹുവേ നിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നു വാങ്ങിയ ആളുകളുണ്ട്, ജീവൻ തന്നു വാങ്ങിയ ആളുകളുണ്ട്. അല്ലാഹുവേ നിനക്ക് വേണ്ടി സർവ്വതും സമർപ്പിച്ച് നേടിയ ആളുകളുണ്ട്. ഞങ്ങൾ അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങളിൽ കഴിയുന്ന മനുഷ്യരാണ് അല്ലാഹ്. ഇബാദത്ത് കുറഞ്ഞ മനുഷ്യരാണ് അല്ലാഹ്. നന്മകൾ കുറഞ്ഞു പോയ മനുഷ്യരാണ് അല്ലാഹ്. അല്ലാഹുവേ ജീവിക്കാൻ അർഹതയില്ലാഞ്ഞിട്ടും ഞങ്ങൾക്ക് നീ ജീവിതം തന്നു. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് അർഹതയില്ലാഞ്ഞിട്ടും നീ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. അല്ലാഹുവേ ഒരു ശ്വാസത്തിന് പോലും അർഹതയില്ലാഞ്ഞിട്ടും ഞങ്ങൾക്ക് നീ ശ്വാസം തന്നു. അല്ലാഹുവേ നിന്റെ ഫദ്ല് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകിയതാണ് അല്ലാഹ് ഇതെല്ലാം. റബ്ബേ നിന്റെ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് നാളെ ആഖിറത്ത് ഞങ്ങൾക്ക് നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. അർഹതയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ നീ മാറ്റി നിർത്തല്ലേ അല്ലാഹ്. ത്വയ്യിബായി പരിശുദ്ധരായി തൗബ ചെയ്ത് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ കുഫ്റിലേക്ക് തിരിച്ചുവിടല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ ശിർക്കിലേക്ക് തിരിച്ചുവിടല്ലേ റഹ്മാനെ. അല്ലാഹുവേ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ദുആ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ സ്വീകരിക്കുന്ന സ്വാലിഹീങ്ങളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ അയൽവാസികളെ, ബന്ധുജനങ്ങളെ, സ്നേഹിതന്മാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ തൗഹീദിന് വേണ്ടി ഈ മാർഗത്തിൽ വ്യത്യസ്തങ്ങളായ നിലക്ക് പണിയെടുക്കുന്ന മനുഷ്യരുണ്ട്. സമ്പത്ത് ചെലവഴിക്കുന്നവർ, ആരോഗ്യം ചെലവഴിക്കുന്നവർ, സമയം ചെലവഴിക്കുന്നവർ, 24 മണിക്കൂറും ഈ ദഅവത്തിനെ പറ്റി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ. അല്ലാഹുവേ പാവങ്ങളാണ് റഹ്മാനെ. അല്ലാഹുവേ ദ്വാരം നീ സ്വീകരിക്കണേ. അല്ലാഹുവേ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ എല്ലാ നിലക്കും ഇഹത്തിലും പരത്തിലും ഖൈറാത്തുകൾ, ബറകാത്തുകൾ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിനുവേണ്ടി സ്ഥലം നൽകുന്നവരുണ്ട്. അല്ലാഹു അതിനു വേണ്ടിയിട്ട് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നിന്റെ ദീൻ നിലനിൽക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹുവിന്റെ ജീവിതത്തിൽ നിരവധി അനവധി ഖൈറാത്തുകൾ, ബറകാത്തുകൾ, റഹ്മാത്തുകൾ അല്ലാഹു നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു നിന്റെ കാരുണ്യം സദാ വർഷിക്കുന്ന ഒരു നാടായി, ഒരു നഗരമായി, നിന്റെ പ്രത്യേക കാരുണ്യമുള്ള ഒരു പ്രദേശമായി അല്ലാഹുവേ ഈ നാടിനെ, ഈ സമൂഹത്തെ നീ സ്വീകരിക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ളലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.